ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന കിണറിലാണ് പഞ്ചിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഞ്ചിങ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് പഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ആ ടെക്സ്ചർ പുട്ടി ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കോട്ടയത്തെ കടുവാക്കുളം എന്ന സ്ഥലത്താണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഉൾപ്പെടെ നിരവധി വർക്ക് എടുക്കുന്ന അനിൽ എന്ന കോൺട്രാക്ടറുടെ വീട്ടിലാണ് എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ കാണുന്ന കിണറിലാണ് നമ്മൾ ഈ ടെക്സ്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാസ്ക് ടേപ്പൊക്കെ നമ്മൾ ഒട്ടിച്ച് പൂർത്തിയായിരിക്കുകയാണ്. ബ്രിക്സ് ടൈപ്പുള്ള പാറ്റേണാണ് നമ്മൾ ഈ വർക്കിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാസ്കിൻ ടേപ്പൊക്കെ കുറേ കുട്ടികളൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഈ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് ഡിസൈനിലേക്ക് പോകാം. 4 ഇഞ്ചിൻ്റെ മാസ്കിൻ ടേപ്പാണ് നമ്മളിവിടെ വർക്കിലേക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പഞ്ചിങ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടി പ്രതലത്തിൽ, അതായത് കിണറിൽ മുഴുവൻ ഇട്ടതിന് ശേഷം, കുറച്ച് ഭാഗം ഇട്ടതിന് ശേഷം നമ്മൾ പുട്ടി ബ്ലേഡ് കൊണ്ട്, അതായത് 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പഞ്ച് ചെയ്തു. ആ പഞ്ചിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ പഞ്ച് ചെയ്ത് മാറുന്നത്. വളരെ ഈസി ആയിട്ട് അനായാസം ആർക്കും ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, അടുപ്പിച്ച് പഞ്ച് ചെയ്ത് പോകണം. പിന്നെ പുട്ടി ബ്ലേഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നേരെ ഇരിക്കണം. അതല്ലെങ്കിൽ ആ ഒരു കോണിപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസൈൻ ഒരു വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഞ്ച് ചെയ്യും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അല്പം ഒന്ന് ഉണങ്ങുന്ന ഏകദേശം ഒരു പരിവാകുമ്പോഴത്തേന് സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് നമ്മളൊന്ന് പരത്തി കൊടുക്കണം. വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം പുട്ടി ഇടുക, അതിനുശേഷം ഡിസൈൻ ഇടുക. ഈ ഡിസൈൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഒരു 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് കൊണ്ട് നമുക്കിങ്ങനെ പഞ്ച് ചെയ്ത് പോവുക. അതിനുശേഷം സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് നമ്മൾ ഇത് പരത്തി കൊടുക്കുക. ഇത്രയോട് പരിപാടി. ഇതിന് ശേഷം നമ്മൾ അല്പം ഒന്ന് ഈ ഡിസൈൻ ഇട്ടതിന് ശേഷം അല്പം ഒന്ന് വലിഞ്ഞ് ചെയ്യുമ്പോഴത്തേന് മാസ്കിൻ ടേപ്പ് അഴിച്ച് മാറ്റും. ഇത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് പഞ്ച് ചെയ്ത് മാറി പിന്നെ മുഴുവൻ ഈ പഞ്ചിങ്ങിൻ്റെ ഡിസൈൻ കാണിക്കുന്നില്ല. കാരണം ആ വീഡിയോ വളരെ ലെങ്തായി മാറും. ഏതാണ്ട് 1-2 മണിക്കൂറെടുത്ത് വർക്കാണ്. അതുകൊണ്ട് ഈ പുട്ടി ഇടുന്നതിന് തന്നെ നമുക്ക് 2 മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്. ആ സമയത്ത് മുഴുവൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് നിങ്ങൾക്ക് ബോറായി തുടങ്ങും. അതുകൊണ്ട് ഞാൻ അത്തരത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് അഭിലാഷ് എന്ന കടുവാക്കുളത്തുള്ള ഒരു സുഹൃത്താണ് എന്നോടൊപ്പം ഉള്ളത്. ഈ വർക്കിൻ്റെ പൂർണ്ണമായിട്ട് എന്നോടൊപ്പം അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. പഞ്ചിങ് ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം അല്പം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മാസ്കിൻ ടേപ്പ് അഴിച്ചു മാറ്റാവുന്നതാണ്. മാസ്കിൻ ടേപ്പ് അഴിച്ചു മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അളവ് ഇട്ടേക്കണം. അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മൾ 4 ഇഞ്ചിൻ്റെ മാസ്കിൻ ടേപ്പ് അവിടെ ഒട്ടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് മാസ്കിൻ ടേപ്പ് നമുക്ക് അറിയാനായിട്ട് മാർഗ്ഗമില്ലുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളൊരു അളവെടുത്ത് ഏതെങ്കിലും ഒരു ഈർക്കിലോ ഒരു മെഷർമെൻറ്റ് എന്താണെങ്കിലും എടുത്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതെവിടെയാണെന്ന് അറിയാൻ പാടില്ല വരും. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മാസ്കിൻ ടേപ്പ് അഴിച്ചു പോകാനായിട്ട്. മാസ്കിൻ ടേപ്പ് പൂർണ്ണമായിട്ട് അഴിച്ചതിന് പിറ്റേ ദിവസം നമുക്കിത് പേപ്പർ പിടിക്കേണ്ടതുണ്ട്. പുട്ടി ഉണങ്ങിയതിന് ശേഷം 100-ൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കണം. സാൻഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് റഫ്നെസ് കിട്ടും. അതുകൊണ്ട് പിടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട്. അതുകൊണ്ട് ഈ കാണിക്കുന്ന നന്നായിട്ട് പേപ്പർ പിടിച്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് ഇവിടെ ഐവറി ബേസ് കോട്ട് അടിക്കുന്നത്. ഐവറി 2 കോട്ട് അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത്.
അതിന് ശേഷമാണ് അതിൻ്റെ മെയിൻ കളറിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ 3 കളറാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഐവറി കൂടാതെ 3 കളറ്, ബ്രൗണ്, ഗോൾഡൻ ബ്രൗണ്, ഒരു ആഷ് കളർ, അങ്ങനെ 3 കളറാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് കോട്ടായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പെയിൻറ്റിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പൊഴികളൊക്കെ ഐവറിതിനെ ഉപയോഗിച്ച് ഈ പൊഴികൾ കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അതായത് ലൈൻ കൃത്യമായിട്ട് വരച്ചു കൊടുക്കാൻ മറക്കരുത്. ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് ഈ കളറ് പൂർണ്ണമായിട്ട് നമ്മൾ ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളാണ് ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, അതായത് വിലയേറിയ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അനിൽ എന്ന വ്യക്തിയുടെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചാണ് പുതിയൊരു വീട് വാങ്ങി അതിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഉൾപ്പെടെ നിരവധി പെയിൻറ്റിങ് കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ് അനിൽ. നല്ലൊരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്കുകൾ ഏൽപ്പിക്കാവുന്നതാണ്. ഞാൻ ഇതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടി ആഡ് ചെയ്തേക്കാം. പെയിൻറ്റിങ് വർക്കുകൾക്ക് അദ്ദേഹത്തെ നിങ്ങൾക്ക് സമീപിക്കാം. വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം പെയിൻറ്റിങ് ജോലികൾ വൃത്തിയായും ഭംഗിയായും ചെയ്തു തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.